നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡോക്ടർ ശ്രീ പ്രസാദ് എഴുതിയ ബാദൽ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ബാദൽ എന്ന് പറഞ്ഞാല് മേഘം, ക്ലൗഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ കവിതയില് കവി പ്രകൃതിയുടെ സൗന്ദര്യത്തെ വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ആകാശത്തിലെ മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും മേഘങ്ങൾ എങ്ങനെയാണ് മഴയായി പെയ്യുന്നതെന്നും പ്രകൃതിയിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിത വായിച്ചു നോക്കാം. കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേ ബാദലായി ബോലോ കേസേ ആകർ ഛായേ. കാല എന്ന് പറഞ്ഞാല് കറുപ്പാണ്. കറുത്ത നിറത്തിന് ഹിന്ദിയിൽ കാല എന്നാണ് പറയുന്നത്. കാലേ കാലേ എന്ന് പറഞ്ഞാല് കറുത്ത, ഇരുണ്ട. പാനി എന്ന് പറഞ്ഞാല് വെള്ളം. പാനിവാലെ വെള്ളമുള്ള. ആസ്മാൻ എന്ന് പറഞ്ഞാല് ആകാശാണ്. ഹിന്ദിയില് ആകാശ് എന്നും പറയും ആസ്മാന്. ആസ്മാൻമേ എന്ന് പറഞ്ഞാല് ആകാശത്തിൽ. ബാദൽ എന്ന് പറഞ്ഞാല് മേഘാണ്. ആയെ എന്ന് പറഞ്ഞാല് വന്നു. കറുത്തിരുണ്ട വെള്ളമുള്ള മേഘം ആകാശത്തിൽ വന്നു. ഈ കറുത്തിരുണ്ടിട്ടുള്ള വെള്ളം നിറഞ്ഞ കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ബോലോ കേസെ ആകർ ഛായേ. ബോലോ എന്ന് പറഞ്ഞാല് പറയൂ. കേസെ എങ്ങനെ. ഛായ എന്ന് പറഞ്ഞാല് പരന്നു, വ്യാപിച്ചു എന്നാണ്. ഈ മേഘങ്ങളെ എങ്ങനെ വന്ന് വ്യാപിച്ചു എന്ന് ചോദിക്കുകയാണ്. കറുത്തിരുണ്ട വെള്ളമുള്ള കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ആകാശത്തിൽ വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ എന്നാണ് ഈ വരിയില് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. നിങ്ങള് ആകാശത്തില് കറുത്തിരുണ്ട മേഘങ്ങള് മൂടിക്കെട്ടി നിൽക്കുന്നത് കാണാറില്ലേ? അപ്പൊ ഈ കവിതയിൽ പറയുന്നത് കറുത്തിരുണ്ട വെള്ളം നിറഞ്ഞ കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു. ആ കാർമേഘങ്ങള് ആകാശത്തിൽ എങ്ങനെയാണ് വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. ഹവാ പക്കടുക്കർ ലാത്തി സർസർ ചായേ ജേസെ കാലേ കമ്പൽ കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ. ഹവാ പക്കടുക്കർ ലാത്തി സർസർ. ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്. ലാത്തി സർസർ എന്ന് പറഞ്ഞാല് തേസി സെ ബഹന, അതായത് വേഗത്തിൽ വീശുന്നതിനെ പറയുന്നതാണ്. സർസർ എന്നത് ഒരു ശബ്ദത്തെ, ഒരു സൗണ്ടിനെ അല്ലെങ്കിൽ അതിന്റെ ചലനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഹവാ പക്കടുക്കർ കാറ്റിനെ പിടിച്ചുകൊണ്ട്, ലാത്തി സർസർ കാറ്റ് വീശുമ്പോ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശി കാറ്റിന്റെ ശബ്ദം ഉണ്ടാക്കി. ഛായേ ജേസെ കാലേ കമ്പൽ. ഛായ എന്ന് പറഞ്ഞാല് പരന്നു, വ്യാപിച്ചു എന്നുള്ള അർത്ഥാണ്. കാലേ എന്ന് പറഞ്ഞാല് കറുത്ത. കമ്പൽ എന്ന് പറഞ്ഞാല് കമ്പിളി, പുതപ്പ് എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു. ആകാശത്തില് ഈ കാർമേഘങ്ങളില്ലേ, അത് കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശിയിട്ട് എന്ത് ചെയ്തു? മേഘം കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ. കിത്നെ എന്ന് പറഞ്ഞാല് എത്ര, സുന്ദർ എന്ന് പറഞ്ഞാല് സുന്ദരം, മനോഹരം എന്നുള്ള അർത്ഥാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? മേഘാണല്ലേ. അപ്പോ എത്ര മനോഹരമായി തോന്നുന്നു. ഈ മേഘങ്ങളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പൊ മേഘങ്ങളെ കാണാൻ എത്ര മനോഹരമായി തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കവി പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ മേഘങ്ങള് കമ്പിളി പോലെ, പുതപ്പ് പോലെ വ്യാപിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ കുറിച്ചാണ്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശി മേഘം കറുത്ത കമ്പിളി പോലെ, പുതപ്പ് പോലെ വ്യാപിച്ചു. എത്ര മനോഹരമായി തോന്നുന്നു മേഘങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കവിത എടുത്തു വരുമ്പോ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ തെറ്റാതെ എഴുതുക. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്, ഏത് വരിയിൽ നിന്നാണ് ചോദ്യം വന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വായിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് വായിച്ചു നോക്കാം. പേടോं जैसे भेड़ों जैसे लगते जैसे चलते घोड़े बन जाते हाथी के जोड़े. പേട് എന്ന് പറഞ്ഞാല് മരമാണ്. പേടോं जैसे എന്ന് പറഞ്ഞാല് മരങ്ങളെ പോലെ. भेड़ों जैसे
ചെമ്മരിയാടുകളെ പോലെ. അപ്പൊ ഭേഡ് എന്ന് പറഞ്ഞാല് ചെമ്മരിയാടാണ്. ചൽത്തെ എന്ന് പറഞ്ഞാല് നടക്കുന്ന. ഘോഡ എന്ന് പറഞ്ഞാല് കുതിരയാണ്. ഘോഡ എന്ന് പറഞ്ഞാല് കുതിരകൾ. മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരകളെ പോലെ തോന്നും. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ, ആനകളുടെ ജോഡികളാകും, അത് ജോഡികളായിട്ട് മാറുന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഈ കറുത്ത കാർമേഘങ്ങള് ആകാശത്തിൽ ഇങ്ങനെ പുതപ്പ് പോലെ വ്യാപിച്ചു കിടക്കുന്നത് വളരെ ഭംഗിയാണെന്ന് നമ്മൾ മുകളിലത്തെ വരിയിൽ പറഞ്ഞു. ഇവിടെ ആ മേഘങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഈ മേഘങ്ങളെ കാണാൻ മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരയെ പോലെ തോന്നും. പിന്നെ ഈ കറുത്ത മേഘങ്ങൾ കൂടിയിട്ട് ആനകളുടെ ജോഡികളാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ ആനകളുടെ കൂട്ടം ഉണ്ടായിരിക്കില്ലേ, അതുപോലെ ആകുമെന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ തന്ന് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കി മറക്കാതെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആകാശത്തില് മേഘങ്ങൾ പല രൂപത്തിൽ കാണാറുണ്ടല്ലേ. അപ്പൊ അതിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അങ്ങനെ പല പല രൂപത്തിൽ കാണുമ്പോൾ. അപ്പൊ ഇവിടെ കവി പറയുന്നത് മേഘങ്ങളെ കാണാൻ മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരകളെ പോലെ തോന്നും. പിന്നെ ഈ കറുത്ത മേഘങ്ങൾ കൂടിയിട്ട് ആനകളുടെ ജോഡിയാകുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. നന്നേ ജലകണ് ഗയേ ബാപ്പ് ബന് ഉസി ബാപ്പിനെ ठंडक പായി ബാദൽ ബരസേ ബരസാ ആയി. നന്നേ ജലകണ് എന്ന് പറഞ്ഞാല് ചെറിയ ജലകണങ്ങള്, വെള്ളത്തുള്ളികള്. ഭാപ്പ് എന്ന് പറഞ്ഞാല് നീരാവി. ചെറിയ ജലകണങ്ങള് നീരാവിയായിട്ട് മാറി പോയി. ഉസി ഭാപ്പിനെ ടണ്ടക്ക് പായി. ഭാപ്പിനെ ടണ്ടക്ക് പായി എന്ന് പറഞ്ഞാല് നീരാവി തണുത്തിറഞ്ഞു. അതായത് ഈ പുഴയിലും കടലിലും ഒക്കെ ഉള്ള വെള്ളം ചൂടായി മുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതേ നീരാവി ഉസി ബാപ്പിനെ ठंडक പായി. ആ നീരാവി, അതേ നീരാവി തണുത്തുറഞ്ഞ് ബാദൽ ബർസി ബർസായി. ബാദൽ ബർസി എന്ന് പറഞ്ഞാല് മഴ പെയ്തു, മേഘങ്ങള് മഴയായിട്ട് പെയ്തു, മഴ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ ജലകണങ്ങള് നീരാവിയായിട്ട് മാറിപ്പോയിട്ട് അതേ നീരാവി, ആ നീരാവി തണുത്തിറഞ്ഞ മേഘങ്ങള് മഴയായി പെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ആ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത വരി വായിച്ച് മനസ്സിലാക്കാം. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ് ബിജ്ലി ബാദൽ കോ ചംകായേ അന്ധിയാരെ മേ രാഹ് ദിക്കായേ. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്. ഗഡ്ഗഡ് എന്ന് പറഞ്ഞാല് ബാദലോं की ആവാസ്, മേഘങ്ങളുടെ ശബ്ദം, അതായത് ഇടിമുഴക്കം. മേഘങ്ങളിൽ നിന്നാണ് ഇടി ഉണ്ടാവുന്നത്. ഈ വരിയിൽ പറയുന്നത് മേഘം മൂടി നിൽക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാവില്ലേ, ശബ്ദത്തോട് കൂടിയിട്ട് ഇടി വെട്ടും. അപ്പൊ ഇത് വരുന്നത് കൂടുതൽ വേഗത്തിൽ, നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിലാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബിജ്ലി ബാദൽ കോ ചംകായേ. ബിജ്ലി എന്ന് പറഞ്ഞാല് മിന്നലാണ്, ബാദൽ എന്ന് പറഞ്ഞാല് മേഘം, ചംകായി എന്ന് പറഞ്ഞാല് തിളങ്ങി. മിന്നൽ എന്ത് ചെയ്തു, ഈ മേഘങ്ങളെ പ്രകാശിപ്പിക്കൽ, ഇങ്ങനെ തിളങ്ങിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അന്തിയാരേമേ രാഹദിക്കായേ. അന്തിയാരേമേ എന്ന് പറഞ്ഞാല് ഇരുട്ടില്, രാഹദിക്കായേ എന്ന് പറഞ്ഞാല് വഴി കാണിച്ചു. രാഹ് എന്ന് പറഞ്ഞാല് വഴിയാണ് കേട്ടോ. അപ്പൊ ഇരുട്ടില് വഴി കാണിച്ചു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ആകാശത്തിൽ മിന്നൽ വരുമ്പോ നമുക്ക് കറുത്തിരുണ്ട മേഘങ്ങള് തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പൊ ഈ മിന്നൽ ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും, ഈ മേഘങ്ങൾ ഇങ്ങനെ തിളങ്ങും, അതിങ്ങനെ പ്രകാശിപ്പിക്കും. അതിനെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്തിയാരേമേ രാഹദിക്കായേ, ഇരുട്ടിൽ എന്ത് ചെയ്യും, വഴി കാണിക്കും. മിന്നൽ ഉണ്ടാവുമ്പോ എന്താണ്, ഒരു പ്രകാശം ഉണ്ടാവും അല്ലെ, ഒരു വെളിച്ചം വരും. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. മോര് മഗ്നമന് ചൂമ ചനന ചൻ ജൂമ ജൂമ കർ നാച്ച് ദിഖായേ ഖുഷ് ഹോ കർ ഗാനാ ഗായേ. മോര് മഗ്നമന്. മോര് എന്ന് പറഞ്ഞാല് മയിലാണ്. മഗ്നമന് എന്ന് പറഞ്ഞാല് സന്തോഷത്തോടെ. ജൂമ ജൂമുക്കർ നൃത്തമാടിക്കൊണ്ട്, മയില് സന്തോഷത്തോടെ അതിങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു താളത്തില് നൃത്തമാടിക്കൊണ്ട് അതിന്റെ ഡാൻസ് ഇങ്ങനെ കാണിച്ചു, അതിങ്ങനെ നൃത്തം ചെയ്തു. അപ്പൊ മയില് വളരെ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഖുഷ് ഹോ കർ ഗാനാ ഗായേ. ഖുഷ് എന്ന് പറഞ്ഞാല് സന്തോഷം, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. സന്തോഷായിട്ട്, സന്തോഷത്തോടെ പാട്ടുപാടി. ഈ ചിത്രത്തില് മഴയത്ത് നിൽക്കുന്ന മയിലിനെ കാണാൻ നല്ല ഭംഗിയില്ലേ.
ആ വരികളിൽ പറയുന്നത് മയില് സന്തോഷത്തോടെ നൃത്തമാടിക്കൊണ്ട് അതിന്റെ നൃത്തം കാണിച്ചു, സന്തോഷത്തോടെ പാട്ടുപാടി. അപ്പൊ ഈ മഴക്കാലങ്ങളിലാണ് ഈ ആൺമയിലുകള് പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മയില് ഒരുപാട് സന്തോഷത്തോടെ നൃത്തം ചെയ്തു എന്ന് കവി ഒരുപാട് വർണ്ണിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. ബർസി ബാദൽ കൽ കൽ ചൽ ചൽ തേർ ചലി കാഗസ് കി നയ്യ പൂഞ്ച് ഉടാക്കർ ബാഗി ഗയ്യ. ബർസി ബാദൽ മഴ പെയ്തു, മേഘം മഴയായിട്ട് പെയ്തു. കൽ കൽ ചൽ ചൽ മഴ പെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരിക്കില്ലേ, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തേർ ചലി നീന്തി, കാഗസ് എന്ന് പറഞ്ഞാല് കടലാസ്, നെയ്യ എന്ന് പറഞ്ഞാല് തോണി, കാഗസ് കി നെയ്യ കടലാസിന്റെ തോണി, പൂഞ്ച് എന്ന് പറഞ്ഞാല് പാലാണ്, ഭാഗി എന്ന് പറഞ്ഞാല് ഓടി, ഗയ്യ എന്ന് പറഞ്ഞാല് പശു. മഴ പെയ്തു, മേഘം മഴയായിട്ട് പെയ്തു. കൽ കൽ ചൽ ചൽ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, മഴ പെയ്തു. കടലാസിന്റെ തോണി നീന്തി, അല്ലെ, നമ്മൾ മഴ പെയ്യുമ്പോൾ കാണുന്നതാണ് ഈ കടലാസ് തോണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലൂടെ താഴ്ന്നിട്ടും പൊന്തിയിട്ടും ഒക്കെ ഇങ്ങനെ നീന്തി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ ഉണ്ടാവുക, ഈ പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓടിപ്പോവും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, പശു വാലും പൊക്കിക്കൊണ്ട് ഓടി എന്നതാണ്. അപ്പൊ അതിലാണ് നമ്മുടെ കവിത അവസാനിക്കുന്നത്. നമ്മുടെ ഈ കവിതയിലെ വരിയില് മഴ പെയ്യുന്നതിനെ കുറിച്ചിട്ടും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിനെ കുറിച്ചും വെള്ളത്തിൽ നീന്തുന്ന തോണിയെ കുറിച്ചിട്ടും അതേപോലെ ഈ മഴ കാണുമ്പോൾ വാലും പൊക്കിക്കൊണ്ട് ഓടുന്ന പശുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാദൽ എന്നുള്ള കവിത ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ കവിതയിലെ ഓരോ വരിയും ചിത്രങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കവിതയിൽ എന്താണുള്ളതെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥവും കവിത എടുത്തപ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ വാക്കും നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഈ രീതിയിൽ ചിത്രമൊക്കെ ഓർത്ത് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റും. കാരണം നമ്മളത് മനസ്സിലാക്കി പഠിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റുകളായും അതേപോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന മുഴുവൻ ചാപ്റ്ററുകളും ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി കാണുക. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതേപോലെ പാഠഭാഗങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തന്നത് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.